ലോകത്തിലെ ഏറ്റവും അപകടമായ 10 പാലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉയരം ഭയക്കുന്നവരാണെങ്കിൽ ഈ പാലങ്ങളിൽ കയറാതിരിക്കുന്നതാകും നല്ലത്. നമ്പർ 10. ദി മങ്കി ബ്രിഡ്ജ്. മെക്കോങ് ഡെൽറ്റയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കുരങ്ങിനെപ്പോലെയുള്ള രൂപസാദൃശ്യമുള്ളതിനാൽ ആണ് ഈ പേര് വന്നത്. ഈ പാലങ്ങൾ ബാക്കിയുള്ളവയെപ്പോലെ വളരെ ഉയരത്തിലല്ല, പക്ഷേ ഇവ തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ നീളത്തിൽ ഉള്ള മുളയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നമ്പർ 9. കാരിക്കേറഡ് റോപ്പ് ബ്രിഡ്ജ്, UK. 65 അടി നീളമുള്ള ഈ പാലം വടക്കൻ അയർലൻഡിലെ ആൻട്രിം പട്ടണത്തിൽ ആണ് കാണപ്പെടുന്നു. 100 അടി ഉയരത്തിൽ ആണ് ഈ പാലം നിൽക്കുന്നത്. ഇത് കയർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിലൂടെ കടന്നുപോകാൻ വളരെയധികം ധൈര്യവും ആത്മവിശ്വാസവും ആവശ്യമാണ്. നമ്പർ 8. വൈൻ ഫുട്പാത്ത്സ് അക്ക ബ്രിഡ്ജസ്, ജപ്പാൻ. ഈ നടപ്പാലം ഐവി താഴ്വരയിൽ ഇയാ നദിക്ക് മുകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പർവ്വതങ്ങളുടെ ഇരുവശത്തുനിന്നും 13 ഇഞ്ച് അകലത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലം മരത്തിന്റെ സ്ലേറ്റുകളുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഈ പാലം പുനർനിർമ്മിച്ചു, അപ്പോൾ കമ്പിയൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്പർ 7. തമൻ നെഗാര നാഷണൽ പാർക്ക് ബ്രിഡ്ജ്, മലേഷ്യ. നീണ്ടുകിടക്കുന്ന ഈ മലേഷ്യൻ പാലം 550 മീറ്റർ വിസ്തൃതിയിൽ 40 മീറ്റർ ഉയരമുള്ളതാണ്. ദിവസവും നൂറുകണക്കിന് നാട്ടുകാരും വിനോദസഞ്ചാരികളും പാലത്തിലൂടെ മറുവശത്തേക്ക് പോകുന്നു. മഴക്കാലത്ത് പാലം നനഞ്ഞിരിക്കുന്നതിനാൽ ഈ പാലത്തിലൂടെ കടന്നുപോകാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ്. നമ്പർ 6. കാക്കും നാഷണൽ പാർക്ക് ബ്രിഡ്ജ്, ആഫ്രിക്ക. കാകം ദേശീയ ഉദ്യാനത്തിന്റെ വനത്തിന്റെ അടിഭാഗം 76 അടി താഴെയാണെങ്കിലും രസകരവും അപകടവുമായ ഈ വനം എപ്പോഴും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇരുവശത്തുമുള്ള 2 കയർ മാത്രമാണ് ഈ പാലത്തിനുള്ള ഏക താങ്ങ്. ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച തടിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 പേർക്ക് അരികിലൂടെ നടക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയതാണ് പാലം. ഈ പാലത്തിലൂടെ നടക്കുക എന്നത് വളരെ അധികം ബുദ്ധിമുട്ടുള്ളതാണ്. നമ്പർ 5. ട്രിഫ്റ്റ് ബ്രിഡ്ജ്, സ്വിറ്റ്സർലൻഡ്. 180 മീറ്റർ നീളവും 110 മീറ്റർ ഉയരവുമുള്ള ഈ പാലം സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് ഓഫ് ഗാർഡനിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വിസ് ആൽപൈൻ ക്ലബിന്റെ ട്രിഫ്റ്റ് ഹട്ടിൽ എത്തിച്ചേരാനുള്ള ഒരു മാർഗമായി 2004-ൽ ഇത് നിർമ്മിച്ചു. പിന്നീട് ഇത് കുറച്ച് മെച്ചപ്പെടുത്തലുകൾ നൽകുന്നതിനായി 2009-ൽ പുനർനിർമ്മിച്ചു. ഇതിന്റെ നിർമ്മാണത്തിന് മുമ്പ് സന്ദർശകർ ട്രിഫ്റ്റ് ഗ്ലേസിയർ വഴിയാണ് ഹട്ടിലേക്ക് യാത്ര ചെയ്തത്. നമ്പർ 4. മുസോ സുരിബാഷി പാലം, ജപ്പാൻ. 1950-ൽ പണികഴിപ്പിച്ച മുസൗ സുരിബാഷി നടുവിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ പാലത്തിൽ നിന്നും വീണാൽ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ല. ഏറ്റവും മോശമായ കാര്യം, ഈ പർവ്വതം വളരെ കുത്തനെയുള്ളതാണ്. മാത്രമല്ല ഇത് കല്ലിൽ ഇട്ടിരിക്കുന്ന ചങ്ങലകൾ ഉപയോഗിച്ചാണ് അളക്കുന്നത്. പാലം അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല, പലകൾ നേർത്തതാണ്. അതിനാൽ നിങ്ങളുടെ കാലുകൾ അവയിലൂടെ കടന്നുപോകാൻ സാധ്യതയുണ്ട്. നമ്പർ 3. എഗിൽ ഡു മെറി, ഫ്രാൻസ്. സമുദ്രനിരപ്പിൽ നിന്ന് 12,600 അടി ഉയരത്തിൽ ആണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഫ്രഞ്ച് ആൽപ്സിന്റെ ഏറ്റവും ഉയർന്ന 2 കൊടുമുടികളിൽ ആണ് ഈ പാലം ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഈ പാലത്തിന്റെ നിരീക്ഷണ ഡെക്കിൽ നിന്ന് 3 വ്യത്യസ്ത രാജ്യങ്ങൾ കാണാൻ കഴിയും. തെളിഞ്ഞ ദിവസങ്ങളിൽ മാറ്റർഹോൺ കാണാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. നമ്പർ 2. ഹുസൈനി തൂക്കുപാലം, വടക്കൻ പാകിസ്ഥാൻ. ഏറ്റവും ദരിദ്രമായ സസ്പെൻഷനുകളാൽ ഉയരത്തിൽ തൂങ്ങിക്കിടക്കുന്നതും മോശം മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതുമായ ഒരു അപകടകരമായ ഒരു പാലമാണ് ഇത്. കാലാവസ്ഥ മാറിവരുമ്പോൾ ഈ പാലം വെള്ളത്തിൽ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. വടക്കൻ പാകിസ്ഥാന്റെ വിദൂര പ്രദേശങ്ങളിൽ ഇത് കാണപ്പെടുന്നു. നമ്പർ 1. മരിയൻ ബ്രൂക്ക്, ജർമ്മനി. ലോകത്തിലെ ഏറ്റവും അപകടകരമായ പാലം ഇതാണ്. ജർമ്മനിയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 2 പാറക്കെട്ടുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബവേറിയൻ ആൽപ്സിന് സമീപമാണ് ഈ അതിശയകരവും അപകടവുമായ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലത്തിലൂടെയുള്ള നടത്തം നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കും. അതിൽ കാലുകുത്തുന്നതിന് മുമ്പ് 1-2 വട്ടം ചിന്തിക്കണം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉയരങ്ങളെക്കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ.